മറ്റ് മത്സര ഇനങ്ങൾ പോലെയല്ല, ഒരുപാട് കായികക്ഷമത വേണ്ട ഒരു മത്സര ഇനം കൂടിയാണ് ചവിട്ട് നാടകവേദി. അപ്പോൾ നമുക്ക് ചവിട്ട് നാടകവേദിയിലെ കാഴ്ചകൾ കാണാം. വേഗം തിരിച്ചു വരാം. ഫ്രാൻസിന്റെ സേനാധിപതിയായാണ് അവൾ അഭിനയിച്ചത്. പടകുടീരങ്ങളിൽ തീപ്പൊരി ചിതറി തീയായ ജോവാൻ. തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ വൈഗ. ചീറുന്ന അസ്ത്രങ്ങൾക്ക് മുന്നിൽ നാടിന്റെ രക്ഷയ്ക്കായി ശത്രുമുന്നണിയോട് അവൾ പൊരുതി നിന്നു. അത് ചെറിയൊരു പോരാട്ടമല്ലായിരുന്നു. ശാരീരിക വല്ലായ്മകളെയും പൊരുതി തോൽപ്പിച്ചാണ് അവൾ വേദിയിലെത്തിയത്. അതിന്റെ യാതൊരു അടയാളവും ശരീരഭാഷയിലില്ലാതെ അവൾ ഊർജത്തിന്റെ പ്രകാശഗോപുരമായി. ജോവാനായി അരങ്ങിൽ തകർത്താടി അവൾ വേദി വിട്ടിറങ്ങിയപ്പോൾ കണ്ണും മനസ്സും നിറഞ്ഞ സ്കൂളും അമ്മയും അവളെ സ്വീകരിച്ചു. ഈ കലാവതരണത്തിന് തൊട്ടു മുൻപ് തലകറക്കവും പനിയും പിടിച്ച് വൈഗ ആശുപത്രിയിലായിരുന്നു. ചവിട്ടുനാടകത്തിന് വൈഗയും സംഘവും സംസ്ഥാന തലത്തിലെത്തുന്നത് ആദ്യം. വലിയ സ്വപ്നത്തിന്റെ സാഫല്യം. വേദിയിലെത്തിയേ മതിയാവൂ. കരുത്തായി അമ്മ കൂടെ നിന്നു. തലറിഞ്ഞു വീണ ഇത്രയും കുട്ടികളുടെ സ്വപ്നമല്ലേ പോണേ. ഒരു 2 മാസത്തെ എത്രയും ഒരു 5-6 മാസത്തെ കുട്ടികളുടെ കഠിനമായ പ്രയത്നമാണ് ഇല്ലാതെ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതാണ്. തട്ടിൽ കയറി മുകളിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തിൽ അന്ധകാരമില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അവൾ പ്രാർത്ഥിച്ചിരിക്കണം, തന്റെ ചൂടുകൾ പിഴക്കല്ലേ എന്ന്. ആ അർപ്പണത്തിന് സദസ്സിന്റെ നിറഞ്ഞ കയ്യടി. വൈഗയ്ക്കും സംഘത്തിനും സ്വപ്ന സാഫല്യം. ജോവാൻ ആഗ്രഹിച്ചത് രാജ്യത്തിന്റെ രക്ഷയാണെങ്കിൽ വൈഗ ആഗ്രഹിച്ചത് അവരുടെ ട്രൂപ്പിന്റെ രക്ഷയാണ്. കളിച്ചിറങ്ങിയ സന്തോഷത്തിലാണ് വൈഗയും ട്രൂപ്പും വൈഗയുടെ അമ്മയും. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം ഷീന മാർട്ടിൻ.